നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്. സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരും പിന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നവരും ആണെങ്കിൽ നിങ്ങൾക്ക് ആ വർക്കിലൊരു പുരോഗതി, കൂടുതൽ വർക്കുകൾ വരാനും അതിൽ നിന്ന് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാവും. സ്വാഭാവികമായിട്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ്. കാരണം സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നവർക്ക് അതിൽ നിന്ന് കൂടുതൽ വരുമാനം കിട്ടാൻ തന്നെയാണ് എല്ലാവരും ശ്രമിക്കുന്നത്. പക്ഷേ ഇപ്പം നിങ്ങൾക്കതിൽ കുറവാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ കുറവ് സംഭവിക്കുന്നത് വെച്ചാൽ, നിങ്ങൾ ആ വർക്കിനെ കുറിച്ച് നിങ്ങളുടെ ചിന്താഗതിയിൽ നിന്നാണ്. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് വർക്ക് കുറവാണ് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തന്നെ ഉള്ളിൽ തോന്നുന്നത് കൊണ്ട് ആണ് നിങ്ങൾക്ക് വർക്ക് കുറവായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ധാരാളം വർക്ക് കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ചിന്താഗതിയാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് എങ്കിൽ വീണ്ടും വീണ്ടും വർക്കുകൾ വരും. അപ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ചില ആളുകൾ പറയുന്നേക്കാം, വർക്ക് വരുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിങ്ങ് വരും, വർക്കില്ലെങ്കിൽ തീരെ വർക്കില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇങ്ങനെ ആളുകൾ പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? വർക്ക് വരുമ്പോൾ എല്ലാം കൂടി വരും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഒരു വർക്ക് വന്നാൽ നമുക്ക് ഭയങ്കര ഹാപ്പിയായി, സന്തോഷമായി, വർക്ക് ഉണ്ട് എന്നുള്ളൊരു മാനസിക ചിന്താഗതിയാണ്. അപ്പോൾ തുടരെ ആ ചിന്താഗതി വെച്ചിട്ട് നമ്മളിൽ നിന്ന് പോകുന്ന ആ വൈബ്രേഷനനുസരിച്ച് വീണ്ടും വീണ്ടും വർക്കുകൾ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതാണ് വർക്ക് വരുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വരുന്നതെന്ന് പറയുന്നത്. ആ ഒരു ഫീലാണ് അപ്പോൾ നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വർക്കുകൾ വന്നുകൊണ്ടിരിക്കും. വർക്കില്ലാതിരിക്കുമ്പോൾ നമുക്ക് വരുന്നത് എന്താണ്? വർക്കില്ല എന്നുള്ളൊരു ഫീലും ചിന്താഗതിയുമാണ് നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു, ഊർജ്ജമായി പുറത്തേക്ക് പോകുന്നത്. ഒന്നുമില്ല, വർക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വർക്കില്ലാതിരിക്കുമ്പോൾ പിന്നെ തീരെ വർക്ക് ഉണ്ടാവില്ല. അതാണ് ഈ ഇല്ലാതിരിക്കുമ്പോൾ തീരെ ഇല്ല, വരുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വരും എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ അത് എല്ലാ കാര്യങ്ങളും അതെ, വരുമ്പോൾ മനുഷ്യർ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, വരുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വരുന്നു. അപ്പോൾ നമ്മളിൽ നിന്ന് ആദ്യം വരുമ്പോൾ നമുക്കുണ്ടാവുന്ന ചിന്താഗതി തുടർന്ന് കുറച്ച് നാളുകൾക്ക് ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഒരു വർക്ക് കിട്ടി, അപ്പോൾ ആ വർക്ക് തീരുന്നവരെ നമുക്ക് ആ ചിന്താഗതിയാണ്, ആ വർക്കുണ്ട്, പിന്നെ എനിക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ് നിങ്ങളിൽ നിന്ന് പോകുമ്പോൾ തുടർന്ന് നിങ്ങൾക്ക് വർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ എന്തെങ്കിലും കാരണവശാൽ അത് നിന്ന് പോയി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ചിന്തിക്കോ, വർക്കില്ല, കഴിഞ്ഞു, എൻ്റെ വർക്ക് തീരാറായി, കഴിഞ്ഞു, ഇനി വർക്കില്ല, ഇത് കഴിഞ്ഞാൽ ഇനി അടുത്ത വർക്കില്ല എന്ന് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ നിന്ന് പിന്നീട് നിങ്ങൾക്ക് വർക്ക് കുറഞ്ഞു വരും. അപ്പോൾ ഇത് മാറി കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വർക്ക് ഉണ്ട് അല്ലെങ്കിൽ ജോലി ഉണ്ട്, എനിക്കതിൽ നിന്ന് വരുമാനമുണ്ട് എന്നുള്ള ഒരു ചിന്താഗതി നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇതിന് പറ്റിയ ഏറ്റവും നല്ല മാർഗം. നമുക്ക് വർക്കില്ലെങ്കിലും ശരി, മനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട ചിന്തയും ഊർജവും, നമുക്ക് വർക്കുണ്ട്, ധാരാളം വർക്കുണ്ട്, അതിൽ നിന്ന് എനിക്ക് ധാരാളം സാമ്പത്തിക ലാഭം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളൊരു ഫീലാണ് നമ്മൾ പുറത്തേക്ക് വിടേണ്ടത്. അത് വിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ്, അത് തുടർച്ചയായി നമ്മൾ വിട്ടുകൊണ്ടിരിക്കുമ്പോൾ തുടർച്ചയായി നമുക്ക് വർക്കുകൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു സ്ഥിരം വർക്കുള്ള ആളുകൾക്ക് അവരിൽ നിന്ന് പോകുന്ന ചിന്തകൾ ഇതാണ്, എനിക്ക് വർക്കുണ്ട്, ധാരാളം വർക്കുണ്ട് എന്നുള്ള ചിന്തകൾ പോകുന്നിടത്തോളം കാലം അവർക്ക് വർക്കുകൾ ധാരാളം വന്നുകൊണ്ടിരിക്കും. ആർക്ക് വർക്കില്ലെങ്കിലും അവർക്കുണ്ടാവും. കാരണം അവരിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നതേ അതാണ്. അത് വർക്കില്ല എന്നുള്ള ചിന്ത നമ്മളുടെ മനസ്സിൽ നിന്ന് പോകരുത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്വാഭാവികമായിട്ട് വർക്കില്ലെങ്കിൽ നമുക്ക് വർക്കുണ്ട് എന്ന് ചിന്തിക്കാനൊക്കെ ഒരു പ്രയാസം ഉണ്ടാവും. പക്ഷെ അതിന് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ പരിശീലിച്ച് അത് ശീലമാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ടത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് തുടർച്ചയായിട്ട് കുറച്ച് ദിവസം ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം, എങ്കിലേ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള വൈബ്രേഷൻ പുറത്തേക്ക് വിടാൻ കഴിയുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരുപാട് യൂട്യൂബിൽ വീഡിയോസിലുണ്ടാവും, ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത് എങ്ങനെ, നമുക്ക് സാമ്പത്തിക വളർച്ചയ്ക്കും ഇതിനൊക്കെ മെഡിറ്റേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് യൂട്യൂബ് വീഡിയോസിലൊക്കെ കാണാം. അപ്പോൾ അതിൽ നോക്കി നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, ഞാനതിന് റിപ്ലൈ തരും. അപ്പോൾ അതുപോലെ ചെയ്താൽ മതി. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വർക്കിലും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും ഒരുപാട് മാറ്റങ്ങളുണ്ടാവും അത് ചെയ്ത് കഴിഞ്ഞാൽ, മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ.
ആ മെഡിറ്റേഷൻ ചെയ്യേണ്ടത് നമ്മൾ പിന്നെ രാവിലെ എഴുന്നേറ്റ് മനസ്സ് കുറച്ച് ഫ്രീ ആക്കി മറ്റുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ ഈ വർക്കൊക്കെ ഒരുപാട് ഉണ്ട് എന്നുള്ളത് മനസ്സിൽ ചിന്തിക്കുക. അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. മനസ്സിൽ ഒരുപാട് വർക്ക് ഉണ്ട് എന്നുള്ള ചിന്തിക്കുക. ആ വർക്ക് ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷം വരികയും വേണം. അപ്പോൾ നമ്മളിത് ചിന്തിക്കുമ്പോൾ ആ ഒരു സന്തോഷം കൂടി നമുക്ക് വരണം. അങ്ങനെ ആ സന്തോഷം കൂടി വന്നുകൊണ്ട് അങ്ങനെ കുറച്ച് നേരം ഇരിക്കുക. അങ്ങനെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ നമുക്കത് സ്ഥിരം ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള സാഹചര്യം സാധ്യതകളും വർക്കുകളും വരാൻ തുടങ്ങും. നമ്മൾ ഒരു 21 ദിവസം ശീലമാക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തുടർന്ന് അങ്ങനെ ശീലമായി പോകും. അപ്പോൾ അതിങ്ങനെ കൂടുതൽ പോകുന്തോറും പതുക്കെ പതുക്കെ നിങ്ങളിലേക്ക് വർക്കുകൾ ഇങ്ങനെ വരാൻ തുടങ്ങും. നിങ്ങളിൽ നിന്ന് ഈ ഊർജ്ജം ഇങ്ങനെ പോകുമ്പോൾ നിങ്ങളിലേക്ക് വർക്കുകൾ ഇങ്ങനെ വരാൻ തുടങ്ങും. ഇങ്ങനെയാണ് നമുക്ക് മെൻ്റലി ഇത് ചെയ്തിട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് നമുക്ക് ഒരുപാട് വർക്കുകളും സാമ്പത്തിക ഉയർച്ച ഉണ്ടാക്കാൻ കഴിയുന്നത്. അതല്ലാതെ നമ്മൾ വർക്കില്ല ബുദ്ധിമുട്ടാണ് എന്നുള്ള ചിന്തകളിൽ തന്നെ വീണ്ടും ഇങ്ങനെ നിലനിന്ന് പോവുകയാണെങ്കിൽ അങ്ങനെ തന്നെ പോവുള്ളൂ. അതിൽ നിന്നൊരു പുരോഗതി ഉണ്ടാവില്ല. ഇടയ്ക്കൊരു വർക്ക് ഉണ്ടാവും. അങ്ങനെയാണ് നമ്മളെ മനസ്സ് ചിന്തിക്കുന്നത്. ഇടയ്ക്കൊക്കെ ഒരു വർക്ക് കിട്ടും, അതുകൊണ്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നു, വല്ലപ്പോഴും ഒന്ന് കിട്ടും, അതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇങ്ങനെയുള്ള ചിന്താഗതി നമ്മളിൽ നിന്ന് പുറത്ത് പോകുന്നു വെച്ചാൽ അങ്ങനെ തന്നെ നമുക്ക് വരുള്ളൂ. നമ്മുടെ ചിന്താഗതി ധാരാളം വർക്കുണ്ട് എന്നായിരിക്കണം. അപ്പോൾ എല്ലാവരും അതുപോലെ പ്രാക്ടീസ് ചെയ്യുക. ജീവിതത്തിൽ എല്ലാവരും ഉയർച്ചയിലെത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമസ്കാരം.